പ്രിയപ്പെട്ടവരെ, സക്കാത്തിന്റെ വിഷയത്തിൽ സമുദായത്തെ നന്നായി ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഇസ്ലാം അടിമുടി സാമൂഹ്യതയിൽ കൂട്ടായ്മയിൽ അധിഷ്ഠിതമാണ്. ഒറ്റയാൻ പ്രസ്ഥാനമില്ല. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന സങ്കല്പം ദീനുൽ ഇസ്ലാമി ഇല്ല. കൂട്ടായ്മയിൽ അധിഷ്ഠിതമാണ്. നമസ്കാരം ജമാഅത്താണ്. ഒറ്റക്ക് നിസ്കരിച്ചാലാണ് പലപ്പോഴും നമുക്ക് മനസ്സിന് ഒരു സായുജ്യം കിട്ടുക എന്നുവരെ വന്നേക്കാം ഒരു പക്ഷേ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു നിർബന്ധമായും ജമാഅത്തായിട്ട് നിസ്കരിക്കണം എന്ന്. കൂട്ടായ്മ ജമാഅത്തായാ പോരാ, ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും സാമൂഹ്യ ബോധത്തോടെ നിസ്കരിക്കണം. ബഹുവചനം ഉപയോഗിക്കണം പ്രാർത്ഥനകളിൽ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. അപ്പോ ഈ സാമൂഹ്യത ഹജ്ജിലുണ്ട്. സൗകര്യം പോലെ അവിടെ പോയിട്ട് ഹജ്ജ് ചെയ്യാനല്ലല്ലോ പറഞ്ഞു. അങ്ങനെ നീ തിരക്കുണ്ടാവോ? എല്ലാരും കൂടി ദുൽഹജ്ജ് 8-ന്റെയും 13-ന്റെ ഇടയിൽ കൂട്ടായി നിർവഹിക്കുന്നതുകൊണ്ടാണ് അവിടെ ഇത്ര അധികം തിരക്ക്. നോമ്പ് കൂട്ടായിട്ടാണ്. സൗകര്യം പോലെ 30 നോമ്പ് നോക്കണം എന്നായിരുന്നെങ്കിൽ ആഗസ്റ്റ് 15-നും ജനുവരി 26-നും ഒക്ടോബർ 2-നും ഹർത്താലിനൊന്നും അങ്ങനെ ഒരു തീർക്കായിരുന്നു. അങ്ങനെയല്ലല്ലോ. ആഗോള മുസ്ലിങ്ങൾ, ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങൾ റമദാനിൽ തന്നെ പോരാ, ഒരേ സമയക്രമത്തിൽ, കുറേയാൾക്ക് അങ്ങനെയും കുറേയാൾക്ക് ഇങ്ങനെയും ഷിഫ്റ്റും അല്ല, അവിടെയും കൂട്ടായ്മ. എങ്കിൽ സക്കാത്തിലും കൂട്ടായ്മയുണ്ട്. കൂട്ടായ്മയിൽ ബർക്കത്തുണ്ട്. പണ്ടേ ആലിമീങ്ങൾ പറയുന്നതാണ് ജമാഅത്തിൽ ബർക്കത്തുണ്ട്. അതെല്ലാ വിഷയത്തിലേക്കും ബാധകമാണ്. അതുകൊണ്ട് സക്കാത്ത് നേരാൻ വണ്ണം വ്യവസ്ഥാപിതമായി ഫലപ്രദമായി നിർവഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ 10,000-കണക്കിന് അമുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി ഒരു നല്ല തിരിച്ചറിവ് നൽകാൻ അത് തന്നെ മതി. കാരണം സമ്പത്തിൽ അധിഷ്ഠിതമായിട്ടാണല്ലോ ഇവിടുത്തെ ദർശനങ്ങൾ. ഇപ്പൊ പറയാ ക്യാപിറ്റലിസം, കമ്മ്യൂണിസം എന്നെല്ലാം പറഞ്ഞാല് കള്ളു കുടിക്കണോ കുടിക്കണ്ടെന്നൊന്നല്ലല്ലോ ഒരു പറയുന്നത്. കാര്യമായ ബിന്ദു, കേന്ദ്ര ബിന്ദു സമ്പത്താണ്. സമ്പത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മിക്ക പ്രത്യയശാസ്ത്രങ്ങളും സിദ്ധാന്തങ്ങളൊക്കെ ഏറെക്കുറെ ഒറ്റപ്പെട്ട വേറെയുണ്ട്. അപ്പോ ഈ സമ്പത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് തിരിച്ചറിയാൻ പാകത്തിൽ സക്കാത്തിനെ അള്ളാന്റെ റസൂലിന്റെ കാലത്തും പിൽക്കാലത്ത് ഖലീഫമാരുടെ കാലത്തും ഒക്കെ നടന്ന പോലെ വളരെ വ്യവസ്ഥാപിതമായി വിശ്വസ്തമായ രീതിയിൽ സുതാര്യമായി സംഘടിതമായി നടത്താനുള്ള ശ്രദ്ധയും ശ്രമവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് എന്താണ്? നബി അനുമോദിച്ച കാര്യം. ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ വതൂബാ ലിൽ ഖുറബാ അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദൻ നാസ്. ഇസ്ലാം വളരെ ദുർബലാവസ്ഥയിലാണ് തുടങ്ങിയത്. പിന്നെയും ദുർബലാവസ്ഥയിലേക്ക് എത്തിയേക്കും. ഏതാണ്ട് എത്തി. തൂബാ ലിൽ ഖുറബാ, അത്തരം ഘട്ടങ്ങളിൽ ത്യാഗപൂർവം ഇസ്ലാമിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകൾക്ക് അനുമോദനങ്ങൾ. ആരാണവർ? അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദൻ നാസ്, ജനങ്ങൾ ഓളം കെടുത്തിക്കളഞ്ഞ, തുമ്പില്ലാണ്ടാക്കിയ സംഗതികളെ നന്നാക്കിയെടുക്കുന്നവർ. നമ്മുടെ സമുദായത്തിൽ നല്ല പൈസ സക്കാത്തായിട്ട് വ്യയം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരാൾക്ക് ഉപകാരമില്ലാത്ത പൈസ അങ്ങനെ ചെയ്യരുതല്ലോ. സമ്പത്തിന് അങ്ങനെ നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്യരുത്. വളരെ വിശ്വസ്തമായും വ്യവസ്ഥാപിതമായും ചട്ടങ്ങൾക്ക് വിധേയമായും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്തിന്റെ വിഷയത്തിൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഉണർന്ന് ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്.